അക്ബറും നിവിനും സാവുമോനും ആദിലയും എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ്. അനിമോൾ ആ സോഫയിൽ കിടക്കുന്നുണ്ട്. അനിമോൾ ആരോടും മിണ്ടാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം നിവിൻ പറയാണ്, വല്ലാത്തൊരു ജീവിതം തന്നെ അനിമോളുടേന്ന്. അക്ബർ ചോദിക്കുന്നത്, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ വല്ലാത്തൊരു ജീവിതം തന്നെ അനിമോളുടേന്ന്. പാടത്ത് കോലമായിട്ടൊരു ജന്മം എന്ന് പറയുമ്പം അവിടെ ആര്യൻ അനിമോളെ വന്നിട്ട് പില്ലോ എടുത്ത് എറിയാണ്. അനിമോൾ തിരിച്ചെടുത്തെറിഞ്ഞപ്പോൾ ആര്യൻ ഞാനല്ലെന്ന് പറയുന്നു. അനിമോൾ പറഞ്ഞു, നീ അല്ല പിന്നെ ആരാ എറിഞ്ഞതെന്ന് പറഞ്ഞാൽ അനിമോൾ അങ്ങോട്ട് എറിയുന്ന, ആര്യൻ ഇങ്ങോട്ട് എറിയുന്ന, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ് പില്ലോ വെച്ച്. ആര്യനാണ് അത് ആദ്യം എടുത്ത് എറിഞ്ഞത്. അനിമോൾ തിരിച്ച് 2-3 പ്രാവശ്യം എറിഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ ചൂടാവുകയാണ്. നീ എന്ത് പണിയാണ് കാണിക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ല എന്നൊക്കെ പറയുന്നത്. ഇവൾക്ക് ഉറങ്ങുന്നവരെ വെള്ളം കോരി ഒഴിക്കാം, തട്ടി വിളിക്കാം. അപ്പോൾ സാബുമോൻ ചെയ്യുന്നത്, അങ്ങനെ ചെയ്തായിരുന്നോ? ഇവളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആര്യനും പറയുന്നത്, അവൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തോ അനിമോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് സാബു ചോദിക്കുന്നത്. അനിമോൾ ചോദിക്കുന്നത്, നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ ഉറങ്ങുന്നത് കണ്ടിട്ടാണ് എന്ന് ആര്യൻ പറയുന്നത്. നീ കണ്ടോ ഞാൻ ഉറങ്ങുന്നത്? കണ്ണടച്ച് കിടക്കായിരുന്നു സാബുമോൻ പറയുന്നത്. നീ കണ്ടോ ഞാൻ ഉറങ്ങുന്നത്? കണ്ണടച്ച് കിടന്നാൽ ഉറങ്ങുന്നതെന്നാണോ അതിലെ പറയുന്നത്? കണ്ണടച്ച് കിടന്നാൽ ഉറങ്ങിപ്പോകുന്നു അതിലെ പറയുന്നു. നിവിൻ പറയുന്നത്, നീ പിന്നെ കണ്ണ് തുറന്നു വെച്ചിട്ട് വേണമല്ലോ ഉറങ്ങും. നീ കണ്ണ് തുറന്നു വെച്ചാലും ഉറങ്ങുമോ അല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നീ പോടാ അവിടെ നിന്ന് പറയുന്നു. സാവുമാൻ പറയുന്നത്, എനിക്കും നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നെക്കൊണ്ട് സംസാരിപ്പിക്കല്ലേ വെറുതെ എന്ന്. ആര്യൻ വീണ്ടും പില്ലെടുത്തെറിഞ്ഞ്, അയ്യോ അനിമോൾക്ക് നൊന്ത് എന്ന് ആദിലെ കളിയാക്കുന്നുണ്ട്. ആദിലെ പറയുന്നത്, അവൾ ഉറങ്ങിയാൽ ഞാൻ ചക്കപ്പോത്ത് പോലെ കിടന്നുറങ്ങുമെന്ന്. അപ്പോൾ സാവുമാൻ ചോദിക്കുന്നത്, അവൾ ഉറങ്ങിയായിരുന്നു? ആദിലയോട് ചോദിക്കുക. അവൾ ഉറങ്ങിയാൽ ഞാൻ ചക്കപ്പോത്ത് പോലെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് ആദിലെ അങ്ങ് പോകുന്നു. ആര്യൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങായിരുന്നില്ലേ, ഉറങ്ങിയ പട്ടി കുരക്കില്ലേ? അപ്പോൾ അക്ബർ പറയുന്നത്, പട്ടി കുരയ്ക്കുക മാത്രമല്ല ലക്ഷറി ബഡ്ജറ്റ് കട്ടാകുമെന്ന് പറഞ്ഞ്. അങ്ങനെയുണ്ടല്ലേ. അക്ബർ വിളിച്ചിരുന്നു, ബിഗ് ബോസ് നാളെ ഞങ്ങളുടെ ലക്ഷറി എന്ന് പറയുമ്പം ആര്യൻ പറയാം, ബിഗ് ബോസ് നാളെ വന്നിട്ട് ഞങ്ങൾക്ക് നോൺ വെജ് കൊടുത്തു വിടണ്ട, ബാക്കിയെല്ലാം കൊടുത്തു വിടണേ. അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ഒരു തഗ് ഡയലോഗ് വന്ന്, ഇവിടെയും ആരും ഉറങ്ങണ്ട, പലതും കട്ടാകുമെന്ന്. എല്ലാവരും ചിരിക്കുന്നു. ഉടനെ അക്ബർ പറയുന്നത്, അനിമോൾ എഴുന്നേപ്പിച്ച് ചുമ്മാ കിടന്ന് ഉറങ്ങല്ലേ, പലതും കട്ടാകുമെന്ന്. അപ്പോഴത്തേക്ക് ആര്യൻ, അനിമോൾ എഴുന്നേക്ക് സാബു, അനിമോൾ എഴുന്നേക്ക്. സാബു എന്നിട്ട് പറഞ്ഞു, അനിമോളെ തമാശ കാണിക്കല്ലേ. അപ്പം അനിമോൾ പറയുന്നു, ഇത് തമാശ കാണിക്കുന്ന സ്ഥലമല്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ആര്യൻ വീണ്ടും പില്ലോ എടുത്തെറിയാൻ തുടങ്ങി. അനിമോൾ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ ആര്യൻ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു, നീ എറിയുന്നത് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അനിമോൾ ചിരിക്കുന്നു. അപ്പോൾ സാബു പറയുന്നു, അനിമോൾക്ക് ചിരിയൊക്കെ വരുന്നു, അനിമോൾക്കത് ഇഷ്ടപ്പെട്ടെന്ന്. അനിമോൾ ഇന്ന് രാവിലെ തൊട്ട് ആരോടും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും എല്ലാവരും അനിമോളെ ഒന്ന് മിണ്ടാനായിട്ടായിരിക്കും ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.